നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും എന്തിനൊക്കെയോ വേണ്ടി പ്രയത്നിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഫലം കിട്ടാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടിരിക്കുന്ന, വളരെയധികം നിരാശയിൽ സങ്കടത്തിലൊക്കെ തുടരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു മാനസികാവസ്ഥയിലും നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്നെങ്കിലും ഫലം കാണും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നെങ്കിലും സഫലമാകും എന്നുള്ള ഒരു പ്രതീക്ഷ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ, നിങ്ങളുടെ പ്രണയബന്ധത്തിലെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വന്നു ചേരാത്തതിലുള്ള ഒരു പരാജയം, നിരാശയൊക്കെ ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളിലെ അത്തരം നിരാശ, സങ്കടം ഇവയൊക്കെ നിങ്ങളെ വിട്ട് പോവുമെന്ന്. കാരണം വളരെ വലിയൊരു വിജയം നിങ്ങളെ കാത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫലം തന്നെ നിങ്ങൾക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വളരെയധികം പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സമയം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതിനാൽ തന്നെ അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകമാവും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപാട് അറിവുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ്. പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇവിടെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പക്വത നിറഞ്ഞ ആളുകളാണ് നിങ്ങൾ. കൂടാതെ വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് മുന്നിലേക്ക് എത്ര വെല്ലുവിളികൾ വന്നു ചേർന്നാലും അവിടെ ശാന്തമായിട്ട് പ്രവർത്തിക്കാനും, അതേപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നവരാണ്. വെല്ലുവിളികൾ നിറഞ്ഞ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുമ്പോൾ അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപക്ഷെ സങ്കടം, ഭയം, ആശങ്ക ഇവയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ എല്ലാത്തിനെയും നിയന്ത്രിച്ച് ശാന്തമായിട്ട് നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപക്ഷെ ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കുമുള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നിങ്ങൾക്കവിടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണമെന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഈശ്വര അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അകന്ന് മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്തുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് നൽകും എന്നും കാണുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സഹായത്താൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് പക്വത കൂടുതലുള്ള കൂട്ടത്തിലാണ് അവരുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ, വേണ്ട സഹായങ്ങളൊക്കെ നൽകി നേരായ മാർഗത്തിലൂടെ നിങ്ങളെ നടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്.
ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ കാര്യം മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്നവർക്കും നിങ്ങളുടെ പങ്കാളിയുടെ സഹായത്താൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും സന്തോഷം കടന്നു വരും. ജീവിതത്തിൻ്റെ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു സന്ദേശവും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട്. പലരുടെയും മോശം ദൃഷ്ടികൾ നിങ്ങൾക്ക് മേൽ വയ്ക്കുന്നുണ്ട്. പലരും നിങ്ങൾക്കൊരു മോശം വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും നിരാശ മാത്രമായിരിക്കും വന്നു ചേരുന്നത്. അവർ നിങ്ങളുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന ആ ഒരു ദൈവിക ശക്തി എല്ലാത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ആത്മീയമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി അടുക്കുക. നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന പുതിയ പുതിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അതിലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമായാൽ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിലുള്ള ആ ഒരു സന്തോഷമായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സമയം അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ഇരിക്കുക. നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. മറ്റുള്ളവരുടെ സ്നേഹം, ബഹുമാനം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.